ദൈവത്തിൻ്റെ ഹൃദയത്തിൽ കയറിപ്പറ്റി മനുഷ്യർക്ക് കാരുണ്യത്തിൻ്റെ സാഗരമൊഴുക്കിക്കൊണ്ട് മാനസാന്തരത്തിലേക്ക് നയിച്ച ഒരു പുണ്യാത്മാവ്. ബുദ്ധിശക്തി തോറ്റെടുത്ത് ആത്മീയ ഗുണങ്ങൾ കൊണ്ട് ജീവിത വിജയം നേടിയ ധീരനായ ഒരു വന്ധ്യപുരോഹിതൻ. ദിവ്യകാരുണ്യത്തിനു മുമ്പിൽ നീ മുട്ടുകുത്തി എളിമയോടെ പ്രാർത്ഥിച്ചാൽ, നിന്റെ അയോഗ്യതകളൊന്നും പരിഗണിക്കാതെ ലോകം നിന്നെ മുട്ടുമടക്കുവാൻ നോക്കിയാലും അത് സാധിക്കില്ല എന്ന് തെളിയിച്ച ഒരു വിശുദ്ധൻ. സ്വർഗത്തെ സ്വപ്നം കണ്ട് ദൈവം സ്നേഹമാകുന്നു എന്ന് പറഞ്ഞ ഒരു വൈദികൻ. ഇതൊക്കെയായിരുന്നു വിശുദ്ധ ജോൺ മരിയ വിയാനി. ഭക്തിനിർഭരമായ വിശുദ്ധ കുർബാനയിലൂടെയും തീക്ഷ്ണമേറിയ വചനപ്രഘോഷങ്ങളിലൂടെയും പാപത്തിൻ്റെ നീർച്ചുഴിയിലും നൈരാശ്യത്തിലും കഴിഞ്ഞിരുന്ന അനേകം ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടുവാൻ സാധിച്ച ആ പുണ്യപുരോഹിതൻ്റെ തിരുനാൾ ദിനം നാം ആഘോഷിക്കുകയാണ്. ഓഗസ്റ്റ് 4 വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ദിനം. ഈ അവസരത്തിൽ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് നമ്മെ കാത്തിരിക്കുന്ന, നമ്മെ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന, നമുക്ക് ഈശോയെ പകർന്നു നൽകുന്ന നമ്മുടെ വൈദികരെ ഓർക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് ആശംസകൾ അർപ്പിക്കുവാനുമുള്ള ഒരു സുദിനം കൂടിയാണ് ഇന്ന്. തിരുസഭയുടെ ചാലക ശക്തികളായ ഈശോയുടെ പ്രതിപുരുഷന്മാരായ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വൈദികർക്കും ഒത്തിരി സ്നേഹത്തോടെ തിരുനാൾ ആശംസകൾ. രൂപത്തിൽ മനുഷ്യരും ജ്ഞാനത്തിൽ പരിശുദ്ധാത്മാവും, സ്വഭാവത്തിൽ ക്രിസ്തുവും, സ്നേഹത്തിൽ പരിശുദ്ധ അമ്മയും, വിശുദ്ധിയിൽ പിതാവും, സംരക്ഷണത്തിൽ മാലാഖമാരും അടങ്ങിയ ഒരു വലിയ പ്രതിഭാസമാണ് ഒരു നല്ല വൈദികൻ. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള വൈദികരെയാണ് സഭ കൂടുതലായി ആഗ്രഹിക്കുന്നത്. എല്ലാ വൈദികർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ വിളിയിൽ വിശ്വസ്തരായിരിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും അഭിഷേകവും അവർക്ക് ലഭിക്കുന്നതിനു വേണ്ടി, പരിശുദ്ധാത്മാവിനാൽ അവർ പൂരിതരാകുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മോശയെ പോലെ അങ്ങയുടെ സ്നേഹിതനാകാൻ, അഹ്റോനെ പോലെ അങ്ങേക്ക് മാധ്യസ്ഥം വഹിക്കുവാൻ, സോളമനെ പോലെ അങ്ങേക്ക് ആലയം കെട്ടുവാൻ, ദാവീദിനെ പോലെ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, താബോറിൻ്റെ പാവത്താഴ്വരയിൽ നിന്നും പാപികളും ബലഹീനരുമായ മനുഷ്യരെ ബലിയർപ്പകരും പുരോഹിതരുമായി ഉയർത്തിയ കർത്താവെ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രിയമുള്ള വൈദികരെ, ജനിച്ച നാൾ മുതൽ ആർലി മണ്ണിൽ അവസാനിക്കുന്നവരെ ഒരു വിശ്വാസിയെ അനുഗമിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തർ, നിങ്ങളുടെ അഭിഷിക്ത കരങ്ങളാണ് ക്രിസ്തു വീണ്ടും വീണ്ടും ബലിയർപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്നതെന്ന് അറിയുമ്പോൾ നിങ്ങളുടെ ജീവിതങ്ങളെ ഓർത്ത് സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ കൈകൾ കൂപ്പുന്നു. അൾത്താര ബാലന്മാരോടും വിശ്വാസികളോടും കൂടെ ബലിയർപ്പിക്കുവാനായി വരുന്ന പ്രിയ വൈദിക, അങ്ങ് മാത്രമാണ് അൾത്താരയുടെ മധ്യത്തിൽ ക്രിസ്തുവിന് പകരമായി നിൽക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. മറ്റൊരു ക്രിസ്തുവാകുവാൻ, ക്രിസ്തുവിനെ പോലെ മുറിയപ്പെടുവാൻ സ്വർഗം സമ്മാനിച്ച ആ കുർബാന കുപ്പായത്തിനൊപ്പം നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ത്യാഗങ്ങൾ എത്രയോ വലുതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. എങ്കിലും ഒന്ന് മാത്രം ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. കൈപിടിച്ച് നടത്തിയ അപ്പച്ചൻ്റെ കരങ്ങളിൽ നിന്നും ആണിപ്പഴുതുള്ള കരങ്ങളിലേക്കാണ് നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നത്. കൂടെപ്പിറപ്പുകളുടെ കളിച്ചിരക്കൾക്കിടയിൽ നിന്നും ജീവിതത്തിൻ്റെ ചട്ടക്കൂട്ടിലേക്ക് ജനിതക മുദ്രകളൊന്നും ബാക്കി വയ്ക്കാതെ, ലോകത്തിൻ്റെ നിറപ്പുകെട്ടുകളിൽ മനസ്സുറക്കാതെ ക്രിസ്തുവിന് വേണ്ടി മാത്രം ജീവിക്കുവാൻ നിങ്ങൾ തീർത്ത ആ ത്യാഗത്തിന്, സന്നദ്ധതയ്ക്ക്, സ്നേഹത്തിന് ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ. ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി ക്രിസ്തുവിനെ നെഞ്ചിൽ നിങ്ങൾ കൂടുകൂട്ടുമ്പോൾ ആ തിരുഹൃദയത്തിൻ്റെ വലയം നിങ്ങളെ സംരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട വൈദികരെ, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ചേർത്ത് വയ്ക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ പരിദേവനങ്ങളും പരിഭവങ്ങളും വേദനകളും മാത്രമാണെന്ന് ഞങ്ങൾക്കറിയാം. അതിന് നിങ്ങളോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. നിറകെ നീർത്തുള്ളി വീഴ്ത്തി ദൈവവൈദ്യരാക്കിയതു മുതൽ ആർലി മണ്ണിലേക്ക് തൈലം പൂശി യാത്രയാക്കിയതുവരെ നിങ്ങൾ ഞങ്ങളോടുള്ള കരുതലിനും കടപ്പാടിനും കാരുണ്യത്തിനും നന്ദി, ഒരുപാട് നന്ദി.